എന്താ ഈ കാണുന്നേ? എന്താ എന്തിനെങ്ങനെ ചിരിക്കുന്നേ? അല്ല, ഉറക്കം തൂങ്ങിക്കൊണ്ട് നീ മാല കെട്ടുന്ന കണ്ട് ചിരിച്ചതാ. നല്ല രസമുണ്ട് കാണാൻ. നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല അല്ലേ? ഇല്ല, ഞാൻ ഉറങ്ങാനല്ലല്ലോ അവളുടെ അടുത്തേക്ക് പോയത്. അവൾക്ക് കാവലിരിക്കാനല്ലേ. നീ അവളോട് സംസാരിച്ചിരുന്നോ? അങ്ങനെ കൂടുതലൊന്നും സംസാരിച്ചില്ല, ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഞാൻ പിന്നെ ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അതില് പരോക്ഷമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വിഷയമുണ്ട്. അത് നന്നായി. നേരാമണ്ണം പറഞ്ഞ ചില കുട്ടികൾക്ക് മനസ്സാവില്ല. കഥയിലൂടെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർക്ക് വേഗം മനസ്സിലാവും. വർഷ ഒരു കുട്ടിയാണല്ലോ. അല്ല, ശ്രീകാന്ത് ഉറങ്ങിയില്ലേ? നീ വർഷയുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അവൻ ധൈര്യമായിട്ട് കിടന്നുറങ്ങി. രാത്രി നീ ഉറങ്ങിയെന്ന് കരുതി അവൾ ഈ ഡാൻസ് പോലുള്ള കലാപരിപാടി വല്ല ഒപ്പിക്കാൻ നോക്കിയോ? ഇല്ലില്ല, പേടിക്കാനൊന്നുമില്ല സച്ചേട്ടാ. പതിയെ പതിയെ അവളുടെ മനസ്സ് മാറിക്കോളും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് പിന്നെ പറയണോ? അവൾ അമ്മയാവുന്നവരെ ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ അനിയത്തിക്കുട്ടിയല്ലേ സച്ചേട്ടാ. ഇനി നമുക്ക് ഊണും ഉറക്കവും ഒന്നും പ്രശ്നമല്ല. ആ കുഞ്ഞ് നഷ്ടപ്പെടരുത്. നമുക്ക് വേണോ ആ കുഞ്ഞിനെ? അവരാ കുഞ്ഞിന്റെ അച്ഛനും അമ്മയാണെങ്കിൽ നമ്മള് വല്യച്ഛനും വല്യമ്മയല്ലേ. അപ്പൊ അവരെക്കാൾ ഉത്തരവാദിത്തം നമുക്കാ. കാരണം നമ്മളാ അവരെക്കാൾ വലിയവര്. വല്യച്ഛനും വല്യമ്മയും. എങ്ങനെയുണ്ട്? നമ്മളെ ആ കുഞ്ഞെ വല്യച്ഛന്നും വല്യമ്മന്നും വിളിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കിയേ. ഓർക്കുമ്പോ തന്നെ ഒരു കൊടിര് കയറുന്നു രേവതി. അപ്പൊ നേരിട്ട് വിളിക്കുമ്പോ എങ്ങനെയായിരിക്കും? എടാ, നീ ഇതുവരെ ഇറങ്ങിയില്ലടാ. എന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ? എന്താടാ? പറടാ. ചെറുപ്പത്തില് എന്നെ നോക്കിയിരുന്ന അതേ ഏട്ടനെ ഞാനിന്ന് കാണുന്നേ. അതേ മനസ്സുള്ള ഒരു ഏട്ടത്തെ എനിക്ക് കിട്ടി. എനിക്ക് മാത്രമല്ല, എന്റെ ഭാര്യയ്ക്കും. അക്കാര്യത്തില് എന്നെപ്പോലെ തന്നെ അവൾക്കും ഭാഗ്യമുണ്ട്. ചെറുപ്പം മുതലേ സച്ചേട്ടൻ ഇങ്ങനായിരുന്നു. എന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. എനിക്കെന്തെങ്കിലും അസുഖം വന്നാൽ അത് മാറുന്നവരെ സച്ചേട്ടൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. സ്കൂളിൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ആദ്യം ഓടിയെത്തുന്നത് സച്ചേട്ടനാ. എന്റെ കാര്യത്തിലുണ്ടായിരുന്ന ആ ഒരു കെയർ ഇപ്പോഴും സച്ചേട്ടനുണ്ട്. പിന്നെ രേവതി എടുത്തി സ്വന്തം അനിയനെ അനിയത്തിയും പോലെയാ ഞങ്ങളെ കാണുന്നേ. വർഷയുടെ കാര്യത്തില് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പോഴാ ആ പേടിയൊക്കെ ഒന്ന് മാറിയത്. നിങ്ങൾ കൂടെ ഉള്ളപ്പോ ഞാനെന്തിനാ പേടിക്കുന്നേ? നമ്മൾ സ്നേഹിക്കുന്നവരുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അതെ, പക്ഷെ എല്ലാരെ കൊണ്ടും അതൊന്നും പറ്റില്ല സച്ചേട്ടാ. പറയുമ്പോ സ്നേഹമുണ്ടെന്നൊക്കെ പറയും, പക്ഷെ പ്രവൃത്തിയിൽ അതൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അച്ഛനും അച്ഛമ്മയും അങ്ങനെ എന്നെ വളർത്തിയത്. ഒരാളുടെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിൽക്കണമെന്ന് അവരെന്നെ പഠിപ്പിച്ചതാ. രേവതിയും അങ്ങനെ തന്നെ വളർന്നത്. നിങ്ങളുടെയൊക്കെ സന്തോഷത്തേക്കാൾ വലുതായിട്ട് ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, അല്ലേ രേവതി? പിന്നല്ലാണ്ട്. എടാ, വർഷയുടെ കാര്യമൊക്കെ ഞങ്ങൾ ഏറ്റു. നീ ധൈര്യമായിട്ടിരിക്കുക. അതെ, നീ ചെല്ല്, പോയി അവളോട് ഇരിക്കേ. ചുമ്മാ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടണ്ട. ശരിയേട്ടാ.